ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പോവാണ്. കിച്ചു വന്നിട്ട് ഒരാഴ്ച ആവാറായി. ഇതുവരെയായിട്ടും ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെല്ലാവർക്കും പനിയും കാര്യങ്ങളൊക്കെ ആയ കാരണം ഒരു സ്ഥലത്തേക്ക് ഇറങ്ങാൻ പറ്റണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ വീട്ടിലേക്ക് പോവാണ്. ഒരു 2 ദിവസം അവിടെ നിന്നിട്ട് പോരാമെന്നുള്ളൊരു പ്ലാനിലാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് കരിപ്പാശ്ശേരിയിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളുമാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പുത്തൻവേലിക്കര വഴിയാണ് പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ അവിടുത്തെ കുറച്ച് നല്ലൊരു പ്ലേസസൊക്കെ കാണിച്ചു തരുന്നുണ്ട് വീഡിയോയിൽ. ഇവിടെ കുറേ ഫോട്ടോഷൂട്ടുകൾ, സേവ് ദ ഡേറ്റിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ നല്ലൊരു ഏരിയയാണ്. നമ്മൾ പറവൂരുള്ള ആൾക്കാരൊക്കെയാണ്, എറണാകുളം ജില്ലയിലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരാം. ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. ഞങ്ങൾ ലാസ്റ്റ് ഫോട്ടോഷൂട്ട് ഞങ്ങളുടെ 5ാമത്തെ ആനിവേഴ്സറിയുടെ ഫോട്ടോഷൂട്ട് ഇവിടെ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ലൊരു സ്ഥലമാണ്. നമ്മുടെ വൈകുന്നേരങ്ങളാണെങ്കിലും രാവിലെയൊക്കെ വന്ന് ഇവിടെ സ്പെൻഡ് ചെയ്ത നല്ലൊരു മനസ്സിന് നല്ലൊരു സമാധാനം കിട്ടുന്ന ഒരു ഏരിയയാണ്. കുറേ കാഴ്ചകളൊക്കെ കണ്ട് നമുക്കിങ്ങനെ പോവാം. അപ്പോൾ ഈ വഴി നമുക്ക് മിക്കവർക്കും നല്ല പരിചയം ഉണ്ടാവും. ഇത് പുത്തൻവേലിക്കരയാണ് കറക്റ്റ് സ്പോട്ട് വരുന്നത്, പുത്തൻവേലിക്കര പാടം. അപ്പോൾ എല്ലാവരും ഫ്രീ ഒക്കെ ആകുമ്പോൾ ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് വന്ന് കറങ്ങി പോകാൻ പറ്റിയൊരു ഏരിയയാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വഴി നമ്മൾ നേരെ മോഴിക്കുളത്തേക്കാണ് പോകുന്നത്. മുഴിക്കുളത്ത് എത്തിയിട്ട് നമ്മൾ അവിടെ അച്ഛൻ്റെ കടയിൽ കയറിയിട്ടാണ് പിന്നെ വീട്ടിലേക്ക് പോകുന്നതൊക്കെ കേട്ടോ. അവിടെ എനിക്ക് മെയിനായിട്ട് അമ്മാവൻ്റെ വീടും തറവാടൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അവിടെ പോകുന്നതും അവിടുത്തെ കുറച്ച് ക്ലിപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് പോയാലോ. അപ്പോൾ നമ്മളിത് ഈ മോഴിക്കുളം എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ അച്ഛൻ്റെ കട വന്നിട്ട് മിനി സ്റ്റോറാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കടയിൽ കയറിയിട്ട് നമ്മൾ പോവാണ്. അച്ഛനെ കണ്ടിട്ട് വീട്ടിലേക്ക് പോകാമെന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ അച്ഛൻ വന്നിട്ട്. അപ്പോൾ ജാനിക്കുട്ടി ഇതേ കടയിൽ കയറി അച്ഛൻ്റെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ്. ഓരോന്നൊക്കെ പറയുന്നുണ്ട്. ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. എവിടെയാണ് എന്താണെന്നൊരു റിലേ ഇല്ലാണ്ട് നിൽക്കുവാണ് മോള്. അപ്പോൾ അങ്ങനെ ഇതാണ് അമ്മാവൻ്റെ വീട്. നമ്മൾ ഫസ്റ്റ് അവിടെ കയറിയിട്ടാണ് പിന്നെ തറവാട്ടിലേക്കൊക്കെ പോയത് കേട്ടോ. അവിടെ അമ്മായി മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ കസിൻസ് 2 പേരുണ്ട്. അവരിവിടെ ഇല്ല, അവർ മുപ്പത്തടം അലങ്ങാടൊക്കെ ആയിട്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ തറവാട്ടിലേക്ക് പോയി. അമ്മായിയുടെ അടുത്ത് കുറച്ച് നേരം വർത്താനം പറഞ്ഞ് നേരെ തറവാട്ടിലേക്ക് പോയി. ഇതെൻ്റെ കസിനാണ്, തക്കി എന്നാണ് അവളെ വിളിക്കുന്നത്. അപ്പോൾ പിന്നെ ഇതെൻ്റെ അമ്മൂമ്മയാണ്. പിന്നെ അവിടെ കുറച്ച് നേരം നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞ് അമ്മാവനൊക്കെ വന്ന് ഞങ്ങൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് അന്ന് നമ്മൾ നേരെ വീട്ടിൽ പോയി. പിന്നെ നെക്സ്റ്റ് ഡേ രാവിലെയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ഇതാണ് എൻ്റെ വീട് വന്നിട്ട്. അപ്പോൾ കരിപ്പാശ്ശേരിയിലാണ് വീട് വരുന്നത്. അപ്പോൾ ഇതാണ് വീട്. രാവിലെ ഞാനിങ്ങനെ കുറച്ച് വീഡിയോയും കൂടി എടുക്കാം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരുന്നപ്പോൾ അച്ഛനവിടെ റംബൂട്ടാൻ പറിച്ച് വെച്ചിട്ടുണ്ടായി. ഞാൻ അപ്പോൾ കുറേ നാളെ പറമ്പിലേക്കൊക്കെ പോയിട്ട്. അപ്പോൾ ഞാൻ കരുതി കിച്ചു എണീറ്റിട്ട് കിച്ചുവിനെ കൊണ്ടൊന്ന് പറമ്പിലൊക്കെ പോയിട്ട് വരാമെന്ന്. അപ്പോൾ 2 പേര് എണീറ്റിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പയ്യെ കിച്ചുവിനെ എണീപ്പിച്ചു. അത് ഞങ്ങൾ പയ്യെ പോവാമെന്നുള്ള പ്ലാനിൽ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മോളെ എണീറ്റ് വന്നു കേട്ടോ. പിന്നെ അവിടെയും കൂട്ടി നമ്മളൊന്ന് പറമ്പിലൊക്കെ ഒന്ന് കറങ്ങി. പറമ്പൊക്കെ ആകെ കാട് പിടിച്ച് കിടക്കുവാണ്. കുറേ എന്താ പറയുക ജാതിക്കായും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അച്ഛൻ ഈ കടയിൽ പോകുന്നതിന് ഒട്ടും സമയമില്ലാത്ത കാരണം അതൊന്നും പറക്കാനോ ഒന്നിനും സമയമില്ല. ഇതേ പേരയ്ക്ക എല്ലാ സൺഡേ അച്ഛൻ വരാറുണ്ട്. അപ്പോൾ വരുമ്പോൾ ഈ പേരയ്ക്കൊക്കെ പൊട്ടിച്ചിട്ടാണ് കേട്ടോ പൊട്ടിച്ച് കൊണ്ട് തരാറുണ്ട് ജാനിക്കുട്ടിക്ക് അത് കൊണ്ട് കൊടുക്കും. പിന്നെന്താ, അപ്പോൾ നമ്മൾ പയ്യെ പോകാമെന്നുള്ള പ്ലാനിൽ ഇങ്ങനെ നിന്നപ്പോഴാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഏടത്തി കടയിൽ പോകുന്നുണ്ട്. തൊട്ടപ്പുറം വല്യമ്മയുടെ വീടാണ് കേട്ടോ. അപ്പോൾ അവിടെ വല്യമ്മയും ഏടത്തിയുണ്ട്. പിന്നെ അപ്പോൾ നമ്മൾ പയ്യെ പോകാമെന്നുള്ള പ്ലാനിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അവൾ എണീറ്റത്. അപ്പോൾ പിന്നെ നമ്മൾ അവളെയും എണീപ്പിച്ച് കൊണ്ടുപോയി. ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ രാവിലെ. പിന്നെ എനിക്ക് ഈവനിങ് തലേന്ന് വേറെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ പോകാമെന്ന് വിചാരിച്ച് വന്നപ്പോഴത്തേക്കും ആശാത്ത എണീറ്റ് വന്നു. അപ്പോഴത്തേക്ക് നമ്മൾ പയ്യെ അവളെ എടുത്തിട്ട് അവളെയും കൊണ്ട് പോയി. അപ്പോൾ നമുക്കൊന്ന് പറമ്പിൽ പോയിട്ടൊന്ന് കറങ്ങിയിട്ട് വരാം.
അപ്പോൾ ഇതാണ് നമ്മുടെ റംബൂട്ടാൻ വന്നിട്ട് ഇതിപ്പോൾ 2ാമത്തെ വർഷമാണ് കായ്ച്ചിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള റംബൂട്ടാൻ തന്നെയാണ് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ദേ നമ്മുടെ തൊഴുത്താണ് ഈ കാണിച്ചിട്ടുള്ളത്. പിന്നെ കുടപ്പുളി മരത്തിൽ അത്യാവശ്യം നല്ല രീതിക്ക് കുടപ്പുളിയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. പിന്നെന്താ, അത് കഴിഞ്ഞിട്ട് കിച്ചുവിന് വണ്ടി കൊടുക്കാനായിട്ട് പറവൂർ പോണ്ടി വന്ന്, അത് കഴിഞ്ഞ് ഞാനും മോളും നല്ല രീതിക്ക് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു മഴ പെയ്തേ. അപ്പോഴത്തേക്കും സന്ധ്യ ആയിരുന്നു. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ആ ഒരു മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പയ്യെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴത്തേക്ക് ഏടത്തി വന്ന്, പിന്നെ ബേബി ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം നമ്മൾ ബേബി ചേച്ചിയോട് വർത്താനമൊക്കെ പറഞ്ഞ് നിന്ന് അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ നമുക്കിതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബായ്.